കത്തി കാണിച്ച ഉടനെ മാനേജർ മാറി നിന്നതാണ് തൻ്റെ കവർച്ച എളുപ്പമാക്കിയെന്ന് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് കവർ ചെയ്ത പ്രതി റിജു ആൻ്റണി പോലീസിനോട് മൊഴി പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു വന്ന് ഈ പോട്ട ബാങ്കിലെ മാനേജർ കാരണമാണ് താൻ മോഷ്ടിച്ചത് എന്ന് പറയാഞ്ഞത് എന്തായാലും നന്നായി. നേരത്തെ ബാങ്കിലെത്തി സ്ഥിതികൾ നിരീക്ഷിച്ചു. പ്രതി വെളിപ്പെടുത്തി. കവർച്ച ആസൂത്രണം ചെയ്യുന്നതിനിടെ പ്രതി പള്ളിപ്പെരുന്നാളിനെത്തിയ ദൃശ്യങ്ങളും 24-ന് കിട്ടി. അല്ല, ആറാടിയതിന് ശേഷം തന്നെയാണ് പുള്ളി ബാങ്കിൽ കവർച്ചയ്ക്കെത്തിയത്. ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണവും കത്തിയും റിജു ആൻ്റണിയുടെ വീട്ടിൽ നിന്ന് പോലീസ് സംഘം കണ്ടെടുത്തു. കടം വീട്ടാൻ റിജു ആൻ്റണി നൽകിയ കവർച്ച പണം അന്നനാട് സ്വദേശി തിരികെ കൊടുത്തു പോലീസിൽ. കേസിൽ റിജു ആൻ്റണി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു ചാലക്കുടിയിൽ നിന്ന്. പറയൂ വിഷ്ണു. അല്പസമയത്തിനകം തന്നെ റിജു ആന്റണിയെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറക്കും. നിലവിൽ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അവസാനവട്ട ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിന്റെ ഇടയിലാണ്, ഇന്നലെയും ഇന്നുമൊക്കെ നടന്ന ചോദ്യം ചെയ്യലിന്റെ ഇടയിലാണ് ചില കാര്യങ്ങളൊക്കെ ഈ പ്രതി വെളിപ്പെടുത്തിയത്. അതിൽ പ്രധാനമായും പറയുന്നത് താൻ കത്തികാട്ടി ഉടനെ തന്നെ ഈ ജീവനക്കാർ മാറിയിരുന്നു, അത് തന്നെയാണ് മോഷണത്തിലേക്ക് നയിച്ചത് എന്ന് അയാൾ പറയുന്നുണ്ട്. അതായത് ഒരു തരത്തിലുള്ള എതിർപ്പും തനിക്ക് അവിടെ നേരിടേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. 12 ലക്ഷം രൂപ റിജു ആന്റണിയുടെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 2,90,000 രൂപ റിജോ കടം വാങ്ങിയയാൾക്ക് തിരികെ കൊടുത്തിരുന്നു. ആ പൈസയും റിക്കവർ ചെയ്തിട്ടുണ്ട്. 10,000 രൂപയാണ് ഈ 15 ലക്ഷത്തിൽ ആകെ ഇയാൾ ചെലവാക്കിയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ 10,000 രൂപ സുഹൃത്തുക്കളുമായി മദ്യപിക്കുന്നതിന് വേണ്ടി ചെലവാക്കിയെന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം തന്നെയാണ് കേസിൽ ഏറ്റവും നിർണായകമായതും പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചതും. ഈ പ്രതി മോഷണത്തിന് ശേഷം മറ്റെങ്ങോട്ടും പോയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇയാൾ ഈ വീട് കേന്ദ്രീകരിച്ച്, ആ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഇയാളെക്കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ മോഷണ വാർത്തകളൊക്കെ എല്ലാ ദിവസവും കൃത്യമായി TV-യിൽ കണ്ടിരുന്നു. ഈ സമീപഭാഗത്ത് ഉള്ള ആളുകളോട് മോഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇന്നലെ രാവിലെയോടുകൂടി കൃത്യമായി ഇയാൾ തന്നെ മോഷണം നടത്തിയെന്ന് പോലീസ് സ്പോട്ട് ചെയ്തിരുന്നു. വൈകിട്ടോടുകൂടി തന്നെ പ്രതിയുടെ വീട്ടിലേക്ക് എത്തി അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ദൂർത്ത് തന്നെയാണ് ഈ കൊള്ളയിലേക്ക് ഇയാളെ നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇനിയൊരു മറ്റൊരു വശം പോലീസ് അന്വേഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ക്രൈം കമ്മിറ്റി ആ നേരത്ത്, പ്രത്യേകിച്ച് ഒരു മോഷണം പോലെ ഉള്ളൊരു ക്രൈം കമ്മിറ്റി ആ നേരത്ത് ആരെങ്കിലുമൊക്കെ ഒരു സഹായം ലഭ്യമാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടുന്ന് ഒളിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനോ ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ഇതുവരെ അത്തരത്തിലൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. വിശദമായി കസ്റ്റഡിയിൽ വാങ്ങിയൊക്കെ ചോദ്യം ചെയ്യ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ അത്തരം എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ പ്രതി പങ്കുവെക്കാനുള്ള ഒരു കാര്യം നമ്മളും കാണുന്നുള്ളൂ. ഇതിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കും. അതിനുശേഷം ബാങ്കിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. SK.